നമസ്കാരം. പതിരും കതിരും. ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല, ഞാനാണെൻ്റെ മഹാഭാഗ്യമെന്ന് പറഞ്ഞത് ഒരാംഗലേയ കവിയാണ്. ഞാനെന്ന മഹാഭാഗ്യത്തെ ഒന്ന് കൺതുറന്ന് കാണൂ കോൺഗ്രസേ എന്ന മട്ടിൽ ജീവിക്കുന്ന ഒരു വിശ്വപൗരനും അന്താരാഷ്ട്ര നായരുമാണ് ശശി തരൂർ. ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറയും പോലെയാണ് ശശി തരൂരിൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്ക് തോന്നുക. എന്നെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ കോൺഗ്രസ്സിന് കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും. ഒരു പ്രചരണവും നടത്താതെ, ഒരു ശ്രമവും നടത്താതെ ആൾക്കാരുടെ മനസ്സിൽ ഞാൻ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ ഉപയോഗിക്കാൻ പാർട്ടിക്ക് താല്പര്യമുണ്ടോ എന്നാണ് ശശി തരൂരിൻ്റെ ചോദ്യം. വളരെ ന്യായമായ ഒരു ചോദ്യമാണിത്. കഴിവുള്ളവരെ അംഗീകരിക്കുക തന്നെ വേണം. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കിൽ എന്ന മട്ടിലാണ് ഈ വിശ്വപൗരൻ്റെ അടുത്ത കാലത്തെ പരിപാടികളെല്ലാം. ഇംഗ്ലീഷ് മാധ്യമമായ പോഡ്കാസ്റ്റിലൂടെയാണ് ശശി രണ്ടാം വെടി പൊട്ടിച്ചിരിക്കുന്നത്. അണ്ണൻ ഈ പോഡ്കാസ്റ്റൊക്കെ വിട്ടിട്ട് ദേശാഭിമാനിയിൽ ഇനി മുതൽ എഴുതി തുടങ്ങണം. അതാകുമ്പോൾ ചൈനയിലും ക്യൂബയിലും വരെ ചെല്ലും. കോൺഗ്രസിന് നേതൃത്വമില്ലെന്നാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ പരാതി. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കുമേ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് കേട്ടപ്പോഴേക്കും ശശിക്ക് വേണ്ടി ഇതാ AKG സെൻറ്ററുകാർ ഗേറ്റ് മലർക്ക തുറന്നു വെച്ചു. വേണ്ട രീതിയിൽ സംസ്കരിച്ചെടുത്താൽ ശശി ഒരു ക്രിസ്റ്റൽ ക്ലിയർ കേഡറാകുമെന്ന കാര്യത്തിൽ AK ബാലനും ഗോവിന്ദനും EP-ക്കും ഒരു സംശയവുമില്ല. 3 ജയരാജന്മാരെ പോലെ 3 ശശികൾ കൂടി ഈ പാർട്ടിയിൽ വേണം. ക്ഷേത്രങ്ങളിൽ കൊടിമരത്തിനുള്ള തേക്ക് തടി എണ്ണത്തോണിയിലിടുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ 5 വർഷം ഇട്ടുവെച്ചാലും ഈ ശശി പാർട്ടിക്ക് പറ്റിയ ക്രിസ്റ്റൽ ക്ലിയർ നേതാവ് ആകില്ല സഖാക്കളെ. പിണറായി വിജയൻ്റെ കാലശേഷം ലോകമെങ്ങും ശോഭിക്കുന്ന ഒരു വിശ്വപൗരനെ കാത്തിരിക്കുകയാണ് CPM. ദില്ലിയിൽ ലോധി റോഡിലെ പഴയ ഔദ്യോഗിക വസതിയിൽ കേരളീയ മാതൃകയെ നിർമ്മിച്ച ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ ദിവസവും അഭിഷേകവും പൂജയും നടത്തിക്കൊണ്ടാണ് ശശി തരൂരിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇത് മുൻപ് ഒരു വാർത്ത വന്നതാണ്. ശശി തരൂർ അങ്ങോട്ട് വന്നാൽ AKG സെൻറ്ററിലും ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തേണ്ടി വരും. പാലക്കാട് യലവഞ്ചേരി മുണ്ടാരത്ത് ദേശവാഴികളുടെ പാരമ്പര്യമുള്ള തറവാട്ടിൽ പിറന്ന കുട്ടിയാണ് ശശി തരൂർ. വിധി നിയോഗത്താൽ അയാൾ വിശ്വപൗരനായി. VK കൃഷ്ണമേനോന് മാത്രമേ നമ്മൾ ആ പദവി മുൻപ് നൽകിയിരുന്നുള്ളൂ. കയ്യിൽ കോടികളുടെ ദമ്പിടിയും ലോക പൗരത്വവുമുള്ളവർക്ക് ചെന്നു കയറാൻ പറ്റിയ പാർട്ടി പണ്ടൊക്കെ കോൺഗ്രസ് ആയിരുന്നു. കഷ്ടകാലത്തിന് ശശിയും ചെന്ന് കോൺഗ്രസിൽ ചേർന്നു. മാനവശേഷി വികസന മന്ത്രി വരെയായി. ഔദ്യോഗിക വസതിയിൽ ആഡംബരം കുറവായതിനാൽ ശശി അന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു പൂർതി. വ്യക്തിജീവിതത്തിലൂടെ വിവാദങ്ങളുടെ തോഴനായി മാറി ശശി. അതിനും കൂവല് കിട്ടിയത് കോൺഗ്രസ്സിന്. എല്ലാ കാലത്തും കോൺഗ്രസ് അധികാരത്തിലിരിക്കുമെന്നും താൻ മന്ത്രിയാകുമെന്നും വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയാകാനും തനിക്ക് യോഗ്യതയുണ്ടെന്നും തരൂർ ചിന്തിച്ചു. വിശ്വപൗരന്മാർ നിലത്ത് നോക്കി നടക്കുന്നവരല്ലാത്തതിനാൽ സാധാരണക്കാരെ കന്നുകാലി ക്ലാസ്സിലാക്കി അദ്ദേഹം. സാധാരണ മനുഷ്യരിൽ നിന്നും തരൂര് 1000 കാതം അകലെയായിരുന്നു എല്ലാ കാലത്തും. പോഡ്കാസ്റ്റ് എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ ഏതാനും ഭാഗമേ പുറത്തു വന്നിട്ടുള്ളൂ. അതിലാണ് ശശി കോൺഗ്രസിനെ കൊഞ്ഞനം കുത്തുന്നത്. ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങൂ എന്ന ചോക്ലേറ്റിൻ്റെ പരസ്യത്തിലെ യുവാവിനെ പോലെ ശശി തരൂരും പറയുന്നു, ഒന്നും ചെയ്യാതെയും ഞാൻ ജനമനസ്സിൽ മുന്നിൽ നിൽക്കുന്നു. ഒന്നും ചെയ്യാത്ത പിണറായി വിജയൻ അടിമകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും പോലെ. തരൂരിനിപ്പോൾ ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ. ഒന്നുകിൽ കോൺഗ്രസിൽ എന്തെങ്കിലും മുന്തിയ പദവി, അല്ലെങ്കിൽ എന്നെ മുഖ്യമന്ത്രിയാക്കണം. ഹയ്യട മനമേ, കേരളത്തെ മെച്ചപ്പെടുത്താനുള്ള അവസരം പിണറായി വിട്ടു തന്നിട്ട് വേണ്ടേ? ഖജനാവ് വടിച്ചുകോരി വിരലും നക്കി അതിയാനിങ്ങനെ കാത്തിരിക്കുകയാണ്. 233 രൂപ ശമ്പളക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചിട്ട് വേണം പിണറായിയുടെ വികസന സ്വപ്നങ്ങൾ പൂവണിയാൻ. ഒന്നും ചെയ്യാതെ ജനമനസ്സിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന തരൂരെ ആ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ കഴിഞ്ഞ് 2 ആഴ്ചയായി ഒരു പറ്റം പാവം പിടിച്ച സ്ത്രീകൾ തൊണ്ട പൊട്ടി വിളിച്ച് സമരം ചെയ്യുന്നുണ്ട്. അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയായിരുന്നോ? പോഡ്കാസ്റ്റിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എക്സിലും നിറഞ്ഞു തുളുമ്പുന്നത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അങ്ങയുടെ കോശസ്ഥിതിക്കും പ്രതാപത്തിനും പറ്റിയ പാർട്ടി CPM ആണ്. എത്രയും വേഗം AKG സെൻറ്ററിലേക്ക് അങ്ങ് കടന്നു ചെല്ലൂ. ഗോവിന്ദൻ മാഷ് ചുവപ്പൻ ഷാളുമായി കാത്തിരിക്കുന്നു. ഒരു പിടി സ്വപ്നങ്ങളുമുണ്ട്. കാരണഭൂതനും വിശ്വരൂപനും കൂടി ജയൻ്റ് ആയാൽ കേരളം എന്തൊരു മാറ്റമായിരിക്കും മാറാൻ പോകുന്നത്. നന്ദി.